മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 86-ാമത്തെ ദശകത്തിൽ 10-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: സംസുപ്ത ദ്രൗപദേയക്ഷപണഹതധിയം ദ്രൗണിമേത്യത്വദുക്ത്യാ തന്മുക്തം ബ്രാഹ്മമസ്ത്രം സമഹൃത വിജയോ മൗലിരത്നം ച ജഹ്രേ. ഉച്ഛിത്യൈ പാണ്ഡവാനാം പുനരപി ച വിശത്യുത്തരാഗർഭമസ്ത്രേ രക്ഷന്നങ്കുഷ്ടമാത്ര കില ജഠരമഗാശ്ചക്രപാണിർവിഭോത്വം. അവസാനത്തിൽ ഭാരതയുദ്ധം അവസാനിക്കാറായിട്ടുള്ള ആ ഭാഗത്ത് കഥയാണ് പറയണത്. അതായത് ദുര്യോധനനെ കൂടി അവശനാക്കി വീഴ്ത്തി കഴിഞ്ഞിരിക്കുന്നു ഭീമസേനൻ. അതിനുശേഷമാണ് അപ്പോൾ അശ്വത്ഥാമാവ് അവിടെ വന്ന് ഈ ദുര്യോധനെ കണ്ടു കഴിഞ്ഞപ്പോൾ അശ്വത്ഥാമാവിന് ദുര്യോധൻ്റെ വലിയ സുഹൃത്താണ്. അപ്പോൾ അത് സഹിക്കണില്ല. അങ്ങനെ ആ അശ്വത്ഥാമാവ് ഇപ്പം ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പാഞ്ചാലിയുടെ മക്കളെയൊക്കെ വധിക്കുകയാണ് ചെയ്യണത്. എല്ലാവരും ഉറങ്ങിക്കിടക്കണതായിട്ടുള്ള സമയത്ത് ശിബിരത്തിൽ കിടന്ന് പുറത്തേക്ക് ശിബിരത്തിൻ്റെ വാതുക്കൽ നിന്നിട്ട് പുറത്തേക്ക് വന്നവരെ എല്ലാവരെയും വധിക്കണതായിട്ടാണ് പറയണത്. അങ്ങനെയാണ് പാഞ്ചാലിയുടെ മക്കളെയൊക്കെ കൊല്ലണത്. അതാണ് ഇവിടെ പറയണത്. സംസുപ്ത ദ്രൗപദേയ, സംസുപ്തരായിട്ടുള്ള എല്ലാവരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള ദ്രൗപദിയുടെ മക്കളെ, ദ്രൗപദിയുടെ പുത്രന്മാർ. സംസുപ്ത ദ്രൗപദേയ ക്ഷപണഹതധിയം, ക്ഷപണം അവരെ കൊല്ലല്. ആ സംസുപ്തരായി കിടക്കുന്നതായിട്ടുള്ള ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ദ്രൗപദിയുടെ പുത്രന്മാരെ വധിക്കുക എന്നതുകൊണ്ട് ആ ദുഷ്ടത ഹതധിയം, അങ്ങനെ ആ ക്ഷപണത്തിനു കൂടി തയ്യാറായിട്ടുള്ള ആ ഹതമായ ദുഷ്ടമായ ബുദ്ധിയോടുകൂടിയ ആ ദ്രൗണി ദ്രോണൻ്റെ പുത്രൻ അശ്വത്ഥാമാവ്, ദ്രോണാചാര്യൻ്റെ പുത്രനാണ് അശ്വത്ഥാമാവ്. ദുര്യോധന പക്ഷപാതിയായിരുന്നു. ആ ദ്രൗണിം ഏത്യ, ആ ദ്രൗണി പേടിച്ച് പിന്നാലെ ഓടിപ്പോയപ്പോൾ അതായത് ദ്രൗണിയെ അന്വേഷിച്ച് അർജുനനും കൃഷ്ണനും കൂടി പോവുകയാണ്. അപ്പം അങ്ങനെ ആ ദ്രൗണി പേടിച്ചോടുകയാണ്. അപ്പോൾ ഭഗവാന്റെ അടുത്തുനിന്ന് അർജുനൻ്റെ അടുത്തുനിന്ന് പേടിച്ചോടി പോണ സമയത്ത് പിന്നാലെ ചെന്നു എന്നാണ്. ദ്രൗണിമേത്യ ത്വദുക്തിയ, അങ്ങൈ പറഞ്ഞതിനനുസരിച്ച്, അതായത് ഭഗവാൻ അർജുനനോട് പറഞ്ഞതനുസരിച്ച് ത്വദുക്തിയ, അങ്ങയുടെ ഉക്തി പ്രകാരം, അങ്ങയുടെ വാക്ക് കേട്ടിട്ട് തന്മുക്തം ബ്രാഹ്മവസ്ത്രം, അയാളെ ഒടുക്കം നിവൃത്തിയില്ലാണ്ടായപ്പോൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു എന്നാണ്. ബ്രാഹ്മം അസ്ത്രം, ബ്രഹ്മാവിൻ്റേതായിട്ടുള്ള അസ്ത്രം, ബ്രഹ്മാവ് ദേവതയായിട്ടുള്ള അസ്ത്രം, ബ്രാഹ്മം അസ്ത്രം, ബ്രഹ്മാസ്ത്രം. ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൽ അതിന് പ്രതിവിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കണം. അങ്ങനെ പ്രയോഗിച്ചില്ലെങ്കിൽ അത് ലോകം മുഴുവൻ നശിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ആ ബ്രഹ്മാസ്ത്രം തന്നെ പ്രതിവിധിയുള്ളൂ. അപ്പോൾ ബ്രഹ്മാസ്ത്രം അയക്കാനായിട്ട് അർജുനനോട് പറഞ്ഞു. അതായത് അശ്വത്ഥാമാവിനെ തിരികെ എടുക്കാനുള്ളതായിട്ടുള്ള ശക്തി അശ്വത്ഥാമാവിനില്ല, അത് വശമല്ല. പക്ഷേ അപ്പോൾ അർജുനനാണെങ്കിൽ തിരിച്ചെടുക്കാനുള്ള വിവരമുണ്ട്, അറിവുണ്ട്. അപ്പോൾ അർജുനൻ ഉപയോഗിച്ചിട്ടുള്ളതായിട്ടുള്ള ബ്രഹ്മാസ്ത്രവും അശ്വത്ഥാമാവ് ഉപയോഗിച്ചതായിട്ടുള്ള ബ്രഹ്മാസ്ത്രവും കൂടി ചേർന്നിട്ട് രണ്ടിനെയും കൂടി അർജുനനോട് പിൻവലിക്കാൻ പറയുകയാണ്. രണ്ട് ബ്രഹ്മാസ്ത്രങ്ങളെയും ഒന്നിച്ച് പിൻവലിക്കാനായിട്ട് അർജുനനോട് പറഞ്ഞു, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ലോകരക്ഷാർത്ഥം അർജുനൻ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ട് രണ്ട് അസ്ത്രങ്ങളെയും ഒന്നിച്ച് മടക്കി എന്നാണ്. സമഹൃത വിജയ മൗലിരത്നം ച ജഹ്രേ, സംഹരിച്ചു രണ്ട് അസ്ത്രങ്ങളെയും. അശ്വത്ഥാമാവ് പ്രയോഗിച്ചതായിട്ടുള്ള ബ്രഹ്മാസ്ത്രത്തെയെ താൻ പ്രയോഗിച്ചതായിട്ടുള്ള ബ്രഹ്മാസ്ത്രവും രണ്ട് കൂടി തിരിച്ച് എടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ സമഹൃത, തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. സമ എന്നുള്ളത് അഹൃത
ഇതിനോടും കൂടിയിട്ട് സമഹൃത വിജയ, വിജയൻ അർജുനൻ രണ്ടസ്ത്രങ്ങളെയും അർജുനൻ ഒന്നിച്ച് പിൻവലിച്ചു എന്നാണ്. എന്നിട്ട് തന്മുക്തം മൗലിരത്നം ജഹ്രേ, അർജുനൻ ഒടുക്കം അശ്വത്ഥാമാവിൻ്റെ മൗലിരത്നത്തെ, തലയിലുള്ളതായിട്ടുള്ള ആ രത്നം, അത് ജന്മനാ ഉള്ളതായിട്ടുള്ള രത്നമാണ്. ആ രത്നത്തിനെയും തൻ്റെ അസ്ത്രം കൊണ്ട് എടുത്തു എന്നാണ്. മൗലിരത്നം ജഹ്രേ, ഹരിച്ചു. ഉച്ഛിത്യേ പിന്നീട് അതിനുശേഷം വീണ്ടും അശ്വത്ഥാമാവിനെ അപ്പം വിട്ടു. ആദ്യം അത് കഴിഞ്ഞിട്ട് കഥയിൽ അങ്ങനെയൊക്കെയാണ് പറയണത്. അശ്വത്ഥാമാവിനെ ഒടുക്കം പിടിച്ചു കെട്ടിയിട്ട് ദ്രൗപദിയുടെ മുമ്പിൽ കൊണ്ടുപോയി, ദ്രൗപദി ഗുരുപുത്രനാണ്, എന്ത് ചെയ്താലും വധിക്കരുത് എന്ന് പറഞ്ഞ് ഒടുക്കം സമാധാനിപ്പിക്കും. കെട്ടഴിച്ച് വിടാൻ പറയും. കെട്ടഴിച്ച് വിട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഗുരുപുത്രനാകുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ശിക്ഷ കൂടാണ്ട് പറ്റില്ല, വധിക്കുമെന്നാണ് ദ്രൗപദിയോട് വാക്ക് കൊടുത്തിട്ടാണ് അർജുനൻ പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് പകരം വപനം ചെയ്താൽ മതി, തലമുടി വെട്ടിക്കളയുക, കഷ്ടി അല്ല ക്ഷൗരം ചെയ്യിക്കുക, അതാണ് ബ്രാഹ്മണന്മാർക്കുള്ളതായിട്ടുള്ള മരണശിക്ഷ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോചിപ്പിതനാക്കുകയാണ് ചെയ്യണത് അശ്വത്ഥാമാവിനെ. ആ അശ്വത്ഥാമാവ് വീണ്ടും ഉത്തരയുടെ ഗർഭത്തിലേക്ക്, ഉത്തര മാത്രമാണ് ഗർഭിണിയായിട്ടുള്ളതായിട്ട്, ബാക്കി എല്ലാ മക്കളും പാണ്ഡവന്മാരുടെ സർവ്വവരുടെയും മക്കളൊക്കെ മരിച്ചു കഴിഞ്ഞു. എല്ലാ മക്കളും മരിച്ചു കഴിഞ്ഞു യുദ്ധത്തിൽ. ബാക്കിയുള്ളത് ഈ ഉത്തരയ്ക്കുള്ളതായിട്ടുള്ള ഗർഭം മാത്രം, ഗർഭസ്ഥ ശിശു മാത്രമേ ആ വംശത്തിൻ്റെ നിലനിൽപ്പിന് ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഗർഭസ്ഥ ശിശുവിനെ കൂടി വധിക്കാനായിട്ട്, ആ വംശം നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ആ ഉത്തരയുടെ ഗർഭത്തിലേക്ക് അസ്ത്രം പ്രയോഗിക്കുകയാണ് അശ്വത്ഥാമാവ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ഗർഭത്തിലുള്ളതായിട്ടുള്ള ശിശുവിനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ സുദർശന ചക്രവുമായിട്ട് ഉത്തരയുടെ ഗർഭത്തെ സൂക്ഷിച്ചും കൊണ്ട് അങ്ങനെ ചുറ്റി നടന്നു എന്നാണ് പറയണത്. അതാണ് ഉച്ഛിത്യേ പാണ്ഡവാനാം, പാണ്ഡവന്മാരുടെ മുഴുവൻ ഉച്ഛിത്തിക്കായിക്കൊണ്ട്, നാശത്തിനായിക്കൊണ്ട്, പുനരപിച്ച വിശത്യുത്തരാഗർഭം അസ്ത്രം, അതായത് അശ്വത്ഥാമാവിൻ്റെ അസ്ത്രം പുനഃ അപി വീണ്ടും ഉത്തരാഗർഭം പ്രവിശതി, ഉത്തരാഗർഭത്തിലേക്ക് വിശതി പ്രവേശിച്ചപ്പോൾ, ഉത്തരാഗർഭത്തിനെ നോക്കിയിട്ട് ഈ അസ്ത്രം വന്നപ്പോൾ രക്ഷൻ അങ്കുഷ്ടമാത്ര, അങ്കുഷ്ടം, ഒരു അങ്കുഷ്ടം വെച്ചാൽ പെരുവിരൽ, ആ പെരുവിരലിൻ്റെ വലിപ്പത്തിൽ ആ ഉത്തരാഗർഭത്തിൽ പ്രവേശിച്ച് അതിനെ സംരക്ഷിച്ചും കൊണ്ട് ഗർഭത്തിൻ്റെ ചുറ്റും അങ്ങ് സഞ്ചരിച്ചു എന്നാണ്. രക്ഷൻ അങ്കുഷ്ടമാത്ര, അങ്കുഷ്ടത്തിൻ്റെ വലിപ്പത്തോടു കൂടി, ഒരു പെരുവിരലിൻ്റെ വലിപ്പത്തിൽ ജഠരത്തിൽ പ്രവേശിച്ചു, പാത്രത്തിൽ പ്രവേശിച്ച് ചക്രപാണിർവിഭോത്വം, ചക്രപാണിയായിട്ട്, ചക്രം കയ്യിൽ, സുദർശന ചക്രവും കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിച്ചുകൊണ്ട് അങ്ങ് ഒരു അങ്കുഷ്ടം മാത്രം വലുപ്പത്തിൽ, ഒരു പെരുവിരലിൻ്റെ വലുപ്പത്തിൽ ആ ഉത്തരാഗർഭത്തിൽ പ്രവേശിച്ചു എന്നാണ്. വിഭോത്വം, വിഭുവായിട്ടുള്ള അങ്ങ് ഈ ഒരു അങ്കുഷ്ടത്തിൻ്റെ പെരുവിരലിൻ്റെ വലുപ്പത്തിൽ അവിടെ പ്രവേശിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ. അപ്പം അങ്ങനെ എന്തെല്ലാം പാണ്ഡവന്മാർക്ക് വേണ്ടി വന്നു അവിടെയൊക്കെ സഹായം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത്. സംസുപ്ത ദ്രൗപദേയ ക്ഷപണഹതധിയം, സംസുപ്തരായിട്ടുള്ള ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ദ്രൗപദേയന്മാർ, ദ്രൗപദിയുടെ പുത്രന്മാർ, അവരുടെ ക്ഷപണം, വധം, ആ വധം കൊണ്ട് ഹതധിയം, ഹതമായ ദുഷ്ടമായിട്ടുള്ള ചേതസ്സോടുകൂടിയ, ബുദ്ധിയോടുകൂടിയ ദ്രൗണിം ഏത്യ, ദ്രൗണിയെ പ്രാപിച്ചിട്ട്, ദ്രൗണിയുടെ പിന്നാലെ പോയിട്ട് അർജുനനും കൃഷ്ണനും കൂടിയിട്ട് ദ്രൗണിയുടെ പിന്നാലെ അശ്വത്ഥാമാവിൻ്റെ പിന്നാലെ പോയിട്ട് ഏത്യ പ്രാപിച്ചിട്ട്, ത്വദുക്തിയ, അങ്ങയുടെ ഉക്തിപ്രകാരം, അങ്ങ് പറഞ്ഞതനുസരിച്ച് തന്മുക്തം ബ്രാഹ്മവസ്ത്രം, ആ അശ്വത്ഥാമാവ് അയച്ചതായിട്ടുള്ള ബ്രഹ്മാസ്ത്രത്തെ, തന്മുക്തം അവനാൽ മുക്തമായ, അശ്വത്ഥാമാവിനാൽ മുക്തമായ അയക്കപ്പെട്ടതായ ബ്രാഹ്മം ബ്രഹ്മാസ്ത്രത്തെ സമഹൃത പിൻവലിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെയാണ് കഥയിൽ പറയണത്. അർജുനനോടും ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ട് രണ്ടും കൂടിയിട്ട് പിൻവലിക്കാനായിട്ട് പറഞ്ഞിട്ട്
അങ്ങനെയാണ് അർജുനൻ ചെയ്യണത് എന്നാണ്. സമഹൃത വിജയ, വിജയൻ അല്ലെങ്കിൽ അത് ലോകത്തിൻ്റെ മുഴുവൻ നാശത്തിന് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തിനെ പിൻവലിക്കാനായിട്ട് അർജുനനോട് പറഞ്ഞ് അർജുനനെ കൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തെ പിൻവലിപ്പിച്ചു എന്നാണ്. ഇനി മൗലിരത്നം ച ജഹ്രേ, ആ അശ്വത്ഥാമാവിൻ്റെ മൗലിയിലുള്ളതായിട്ടുള്ള ആ രത്നത്തെയും അപഹരിച്ചു, അതായത് ഹരിച്ചു, ഇല്ലാണ്ടാക്കി എന്നാണ്. മൗലിരത്നം ച ജഹ്രേ, അപ്പോൾ അത് വധിക്കാൻ പാടില്ല. ബ്രാഹ്മണനെ കൊന്നാൽ അതിനുള്ളതായിട്ടുള്ള പാപം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് വധത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ട് ആ മൗലിരത്നത്തെ എടുത്തു വപനം ചെയ്തു എന്നും കൂടിയും പറയുന്നുണ്ട് കഥയിൽ. ഇനി ഉച്ഛിത്യൈ പാണ്ഡവാനാം, അപ്പം അങ്ങനെ മോചിപ്പിച്ചതിന് ശേഷം പാഞ്ചാലി പറഞ്ഞിട്ട് മോചിപ്പിച്ചു. അപ്പം അതിന് ശേഷം ഉച്ഛിത്യൈ പാണ്ഡവാനാം, പാണ്ഡവന്മാരെ മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടി, അതായത് അവരുടെ വംശനാശം വരുത്തുന്നതിന് വേണ്ടി, പാണ്ഡവാനാം ഉച്ഛിത്യൈ, പാണ്ഡവന്മാരുടെ വംശനാശത്തിന് വേണ്ടി പുനരഭി, വീണ്ടും വിശതി ഉത്തരാഗർഭം അസ്ത്രേ, അശ്വത്ഥാമാവിൻ്റെ അസ്ത്രം ഉത്തരാഗർഭത്തെ പ്രവേശിച്ചപ്പോൾ, ഗർഭിണിയായിട്ടുള്ള ഉത്തര, ആ സമയത്ത് ഗർഭിണിയാണ്, അഭിമന്യുവിൻ്റെ പത്നിയായിട്ടുള്ള ഉത്തര. അഭിമന്യു എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ പുത്രനാണ്. അർജുനൻ്റെ പുത്രനായ ആ അഭിമന്യുവിൻ്റെ പത്നിയായിട്ടുള്ള ഉത്തര ഗർഭിണിയാണ്. അപ്പോൾ ആ ഉത്തരാഗർഭത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ ഉത്തരാഗർഭത്തിൽ പ്രവേശിച്ചു. അങ്ങ് ചക്രവും കയ്യിൽ ധരിച്ചുകൊണ്ട്, ചക്രധരനായിട്ട് സുദർശന ചക്രം കയ്യിൽ എടുത്തുകൊണ്ട് ആ ഗർഭത്തിൽ പ്രവേശിച്ച് ഒരു പെരുവിരലിൻ്റെ വലിപ്പത്തിൽ ഉത്തരാഗർഭത്തിൽ പ്രവേശിച്ച് അത് പ്രസവിക്കുന്നത് വരെ അവിടെ ഈ ഗർഭം സംരക്ഷിച്ചുകൊണ്ട് നിന്നു എന്നാണ്. രക്ഷൻ അങ്കുഷ്ഠമാത്ര കില, അത് പ്രസിദ്ധാണ് എന്നുള്ളതാണ്. ജഠരം അഗാഹ, ജഠരത്തിൽ പ്രവേശിച്ചു. ചക്രപാണിർവിഭോത്വം, ചക്രപാണിയായിട്ട് ചക്രവും കയ്യിൽ ധരിച്ചുകൊണ്ട് അങ്ങ് ആ ഗർഭത്തിൽ പ്രവേശിച്ചു എന്ന്. ആ ഗർഭത്തിലുണ്ടായിരുന്ന ശിശുവാണ് പിന്നീട് പരീക്ഷിത്ത് മഹാരാജാവായിട്ട് തീർന്നത്. ആ ശിശുവാണ് പരീക്ഷിത്ത് എന്നുള്ളതാണ്. സംസുപ്ത ദ്രൗപദേയക്ഷപണഹതധിയം ദ്രൗണിമേത്യത്വദുക്ത്യാ തന്മുക്തം ബ്രാഹ്മമസ്ത്രം സമഹൃത വിജയോ മൗലിരത്നം ച ജഹ്രേ ഉച്ഛിത്യൈ പാണ്ഡവാനാം പുനരപി ച വിശത്യുത്തരാഗർഭമസ്ത്രേ രക്ഷന്നങ്കുഷ്ഠമാത്ര കില ജഠരമഗാശ്ചക്രപാണിർവിഭോത്വം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പാഞ്ചാലി സുപ്തപുത്രർ നിധനമത് നടത്തി ഖലൻ രൗണിയേതോ ബ്രഹ്മാസ്ത്രം നിർത്തി പാർത്ഥൻ തവ വചനമതാൽ മൗലിരത്നം മുറിച്ചു. അസ്ത്രം ചെന്നുത്തരേടെ ജഠരമതിലഹോ പാണ്ഡുവംശം മുടിക്കൻ രക്ഷിച്ചു ചക്രപാണി പെരുവിരൽ സമൻ കാവലായി ഗർഭപാത്രേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.